അയ്യപ്പൻ പല വേഷത്തിൽ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം രണ്ട് തരം അയ്യപ്പ സംഗമങ്ങളെ കണ്ടു കഴിഞ്ഞു. സർക്കാർ അയ്യപ്പനും BJP അയ്യപ്പനും. CPM-ഉം CPM-ൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. പാർട്ടി അയ്യപ്പ സംഗമം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ടത്. രണ്ടാമത്തത് കൃത്യമായിട്ടും BJP-യുടെ മാത്രം അജണ്ട നടപ്പിലാക്കുന്ന ഒരു സംഗമമായിരുന്നു. ഇത് യഥാർത്ഥ ഭക്തന്മാർ BJP-ക്കാർ മാത്രമാണ്. രണ്ടാമത്തെ അയ്യപ്പ സംഗമം അതിനൊരു സംഗമ സ്വഭാവം പോലും നമുക്ക് കാണാൻ കഴിയില്ല. പഴയ കാലത്തുണ്ടായിരുന്ന വിശ്വാസരൂപമല്ല പുതിയ കാലത്തുള്ളത്. യഥാർത്ഥ ഭക്തർക്ക് മിക്കവാറും തന്നെ ഇതിലെങ്ങും ഇടം കിട്ടാത്ത തരത്തിലേക്ക് അധികാരത്തിന് മതം എന്ന് പറയുന്നത് ഒരു ചവിട്ടുപിടിയായി തീരുകയും വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അടിത്തറയായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ദുരന്തമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു സന്ദേശം ഈ രണ്ട് സംഗമങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം. ശബരിമല തീർത്ഥാടനം ആരംഭിക്കാനിരിക്കെ കേരളം രണ്ട് തരം അയ്യപ്പ സംഗമങ്ങളെ കണ്ടു കഴിഞ്ഞു. ഒന്ന് സർക്കാർ അയ്യപ്പനും മറ്റൊന്ന് BJP അയ്യപ്പനും. അയ്യപ്പൻ പല വേഷത്തിൽ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലാകട്ടെ കടുത്ത രാഷ്ട്രീയമാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എല്ലാ സർക്കാരുകളുടെയും രാഷ്ട്രീയ അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിൽ CPM-ഉം CPM-ൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അത് സർക്കാർ ലേബലിലുള്ള സർക്കാർ അയ്യപ്പ സംഗമമായിരുന്നു. അതിന് ബദലായിട്ട് പന്തളം രാജകൊട്ടാരത്തിൽ അതിൻ്റെ പഴയ ഹാങ് ഓവറിൽ BJP-യുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഗമം നടന്നു. അത് BJP അയ്യപ്പ സംഗമമായി മാറി. ആദ്യത്തെ സംഗമത്തിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നതും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം നടന്ന സംഗമമാണ് എന്നതുകൊണ്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട മൂന്നായിട്ട് അവർ വിഭജിച്ച് 3 ചർച്ചകൾ നടത്തിയാണ് അവസാനിപ്പിച്ചത്. അതിലൊന്ന് ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക. അത് കേരളത്തിലെ എല്ലാ അയ്യപ്പന്മാരുടെയും ആഗ്രഹമാണ്. കേരളത്തിലെ മാത്രമല്ല, ലോകത്ത് വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ തീർത്ഥാടകരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന നിലയ്ക്ക് നടത്താനായിട്ട് ഒരു സ്പേസ് അവിടെ ഉണ്ടായി. അതിൽ സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പന്മാർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വികസനം കൊണ്ടുവരുന്നു. അതിന് പണം സംഭരിക്കുക എന്നുള്ളതാണൊന്ന്. 2, ശബരിമലയിലെ അസാധാരണമായിട്ടുള്ള തിരക്കും തള്ളും നിയന്ത്രിക്കുക എന്നുവെച്ചാൽ ക്രൗഡ് കൺട്രോൾ ആണ് രണ്ടാമത്. മൂന്നാമത് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം, യാത്രാ സൗകര്യം. ഇത് 3ഉം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഗമം മാത്രമായിട്ട് ആ സംഗമം മാറിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ സ്വീകാര്യത ലഭിക്കേണ്ടതാണ്. പക്ഷേ അതിനൊപ്പം നമ്മളുടെ പ്രാദേശിക രാഷ്ട്രീയം കൂട്ടിക്കലർന്നപ്പോഴാണ് അത് ഒരു പാർട്ടി അയ്യപ്പ സംഗമം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ടത്. രണ്ടാമത്തത് കൃത്യമായിട്ടും BJP-യുടെ മാത്രം അജണ്ട നടപ്പിലാക്കുന്ന ഒരു സംഗമമായിരുന്നു. അവർ പറയുന്നത് യഥാർത്ഥ ഭക്തന്മാർ BJP-ക്കാർ മാത്രമാണ്. BJP-ക്കാർ മാത്രമല്ലല്ലോ അയ്യപ്പ ഭക്തന്മാർ എന്ന നിലയ്ക്ക് ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്നതായിട്ടുള്ള ഭക്തന്മാർ. വളരെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ളവരെ, വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ, വ്യത്യസ്ത ജാതിക്കാരായിട്ടുള്ള ആൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നുള്ളത്. ആ രീതിയിൽ അതിനെ കണ്ടാൽ രണ്ടാമത്തെ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതിനൊരു സംഗമ സ്വഭാവം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത് വലിയ ഒരു രാഷ്ട്രീയ വേദിയായി മാറിത്തീരുകയും ആ സംഗമം ഉദ്ഘാടനം ചെയ്തത് തന്നെ തമിഴ്നാട്ടിലെ BJP-യുടെ മുൻ അധ്യക്ഷനായിരുന്ന അണ്ണാമലയായിരുന്നു. അദ്ദേഹം അവിടെ വന്ന ആ സംഗമത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെതിരെയും കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തൽ മാത്രമാണ് ചെയ്തത്. എന്നുവെച്ചാൽ കടുത്ത രാഷ്ട്രീയ പ്രഭാഷണം മാത്രം നടത്തിയ ഒരു സംഗമമായിട്ട് രണ്ടാമത്തെ സംഗമം മാറിത്തീർന്നു. പക്ഷേ BJP-യും അവരെ അനുകൂലിക്കുന്ന സംഘപരിവാർ സംഘങ്ങൾ പറയും ഇതാണ് യഥാർത്ഥ ഭക്തവത്സലന്മാരുടെ ഒരു സംഗമം എന്നാണ് പറഞ്ഞുകൊണ്ട് കേരളം ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പൊള്ളത്തരം, ഇതിൻ്റെ രണ്ടിൻ്റെയും കച്ചവട സ്വഭാവം, ഇതിൻ്റെ രണ്ടിൻ്റെയും രാഷ്ട്രീയ സ്വഭാവം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേരളം അത് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു ഡയറ്റിയുടെ അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള സങ്കല്പത്തിൻ്റെ ഇൻക്ലൂസീവ് ക്യാരക്ടർ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയായിട്ട് ഈ രാഷ്ട്രീയ സംവാദങ്ങളും അതുപോലെ രാഷ്ട്രീയ സംഗമങ്ങളും മാറി തീർന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഭക്തർക്ക് മിക്കവാറും തന്നെ ഇതിലെങ്ങും ഇടം കിട്ടാത്ത തരത്തിലേക്ക് രാഷ്ട്രീയം അതിശക്തമായിട്ടുള്ള രീതിയിൽ മതരൂപത്തിലേക്ക് സന്നിവേശിച്ച് മതത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ സ്വാംശീകരിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അധികാരത്തിന് മതം എന്ന് പറയുന്നത് ഒരു ചവിട്ടുപിടിയായി തീരുകയും വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അടിത്തറയായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ദുരന്തമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു സന്ദേശം ഈ രണ്ട് സംഗമങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സംഗമങ്ങൾ, രണ്ട് കാഴ്ചപ്പാടുകൾ, രണ്ട് കാഴ്ചപ്പാടുകളിലും രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള രീതിയിൽ ദ്വദിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. ഇതൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥത്തിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ശബരിമല മാറുകയും ആ തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറേണ്ടത് ആവശ്യമാണ്. ആധുനിക കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ ഒരു പിൽഗ്രിമേജ് കേന്ദ്രമായിട്ട് അതിനെ മാറ്റി തീർക്കുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. കാരണം ഒന്ന്, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ കേന്ദ്രമായി മാറിത്തീരുക. രണ്ടാമത്, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വിശ്വാസം പല രൂപങ്ങളിലാണ്. പഴയ കാലത്തുണ്ടായിരുന്ന വിശ്വാസ രൂപമല്ല പുതിയ കാലത്തുള്ളത്. പക്ഷേ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇങ്ങനെ തുന്നിക്കെട്ടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. ആ സ്വാഭാവികത മറ്റ് മനുഷ്യർക്കൊന്നും പരിക്കില്ലാത്ത രീതിയിൽ പോകുന്നതിന് ഇത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.